ഇന്ന് രാവിലെ അമ്പിടുമോനെ കുളിപ്പിക്കുന്നത് കാണുമ്പോൾ റിയമ്മോക്ക് ഭയങ്കര പരാതിയാണ് കേട്ടോ. അവൾക്ക് ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞാനൊന്ന് ചെയ്ത് കൊടുത്തോട്ടെ ചെയ്ത്, പക്ഷേങ്കിൽ അവൾ ചെയ്താൽ ശരിയാവോ എന്നൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട് ഞാനങ്ങനെ സമ്മതിക്കലില്ല. ഇന്നിപ്പോൾ വിചാരിച്ച് കുറേ ദിവസമായില്ലേ പറയണേ, ഇപ്പോൾ അവല്ലേ ഒന്ന് ചെയ്ത് കൊടുത്തോട്ടെ എന്നിട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാവണം അവളും നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓയിൽ മസാജിങ് അമ്പിടുമോനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവങ്ങനെ നല്ല കൂളായിട്ട് ഇങ്ങനെ കിടന്നൊക്കെ തരും കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റൊക്കെ കിടത്തി അതിന് ശേഷം ഇത് അമ്പിടുമോനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും അനിയത്തിയൊക്കെ കുട്ടീനെ കാണാനും വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. ഇന്നിപ്പോൾ റിയമോൾക്ക് മോനൊന്നും സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ബേബീനെ നോക്കാനുള്ള ഫുള്ളായിട്ടുള്ള ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കിയിരിക്കുന്നുണ്ട്. നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസുകൾ ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം കുഞ്ഞു കുട്ടീനെ കിട്ടിയ അതൊക്കെ തന്നെയല്ലേ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അതൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും അവരെത്തിയിട്ടാ. ആ നിലത്തിങ്ങനെ കളിച്ച് നടക്കുന്നത് അനിയത്തിൻ്റെ മോനാണ് കേട്ടോ, ഇലുമോനെ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്താണ് ഈ ഒരു സംഭവം കണ്ടുപെട്ടത് കേട്ടോ. കുഞ്ഞു ചെരുപ്പില്ല, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അനിയത്തിൻ്റെ മോൻ്റെതാണ്. എനിക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യാമറയിൽ സൂം ചെയ്യുമ്പോൾ വലുതായിട്ട് തോന്നെങ്കിലും അത് കുഞ്ഞു സംഭവമാണ് കേട്ടോ. ഒരു മാസം പോലും ഇടാൻ കഴിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അമ്പുടുമോൻ അവിടെ ആ ഒരു തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് കുറേ സംസാരിച്ചിരുന്ന് വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവർ തിരിച്ചു പോയിട്ടാണ്. ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേങ്കിൽ അവർ പോയപ്പോൾ ഒരു ചെറുതായിട്ടൊക്കെ ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണല്ലോ ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.